പഴയ നിയമത്തിലെ ഈശോയുടെ നിഴലുകളെയും അവയുടെ പൊരുളുകളെയുമാണ് ഈ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത് പഴയ നിയമത്തിൽ ഈശോയുടെ ഏറെ മനോഹരമായ നിഴലായ പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ചാണ്. ഈശോയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈശോയുടെ മുഖച്ഛായും പേറി ജീവിച്ച മനുഷ്യനാണ് പൂർവ്വപിതാവായ ജോസഫ്. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ജോസഫ് ജീവിച്ചത് ഈശോയുടെ ജീവിതമായിരുന്നു. ഒത്തിരിയേറെ കാര്യങ്ങളിൽ ജോസഫും ഈശോ മിശിഹായും തമ്മിൽ സമാനതകളുണ്ട്. രണ്ടുപേരും അവരുടെ പിതാക്കന്മാരുടെ പ്രിയപ്പെട്ട മകനായിരുന്നു. യാക്കോബിന്റെ മക്കളിൽ യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകനായിരുന്നു ജോസഫ്. അതുപോലെ തന്നെ പിതാവായ ദൈവത്തിന്റെ ഏകജാതനും അവിടുത്തെ പ്രിയപുത്രനുമായിരുന്നു ഈശോ മിശിഹ. മാമുദീസ വേളയിൽ സ്വർഗത്തിൽ സ്വരം ഉണ്ടാകുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയും ജോസഫും ഒരുപോലെ അവരുടെ പിതാക്കന്മാർക്ക് പ്രിയപ്പെട്ട മക്കളായിരുന്നു. ഈ ജോസഫിനെ സഹോദരന്മാര് വെറുക്കാനുണ്ടായ കാരണം അത് അവനോടുള്ള അസൂയ നിമിത്തമാണ്. ഈ അസൂയ കാരണമാണ് ജോസഫിനെ സഹോദരന്മാര് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടതും ഇസ്മായിലിയർക്ക് അടിമയായി വിട്ടതും അവരുടെ അസൂയ നിമിത്തമായിരുന്നു. ഈശോയുടെ വിചാരണ വേളയിൽ പിലാത്തോസും ഈ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഈശോയെ യഹൂദർ പിലാത്തോസിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതിന്റെ പുറകിലെ കാരണം അവരുടെ അസൂയ നിമിത്തമാണെന്ന് പിലാത്തോസ് മനസ്സിലാക്കുന്നുണ്ട്. ജോസഫിനെ സഹോദരന്മാര് ഇസ്മായിലിയർക്ക് അടിമയായി വിൽക്കുന്നത് ഒരു 20 വെള്ളി നാണയങ്ങൾക്കാണ്. ഒരു അടിമയുടെ വില ആ കാലഘട്ടത്തിലെ 20 വെള്ളി നാണയത്തിന്റെ വിലയാണ്. 20 വെള്ളി നാണയത്തിന് ഇസ്മായിലിയർക്ക് സഹോദരന്മാര് ജോസഫിനെ വിറ്റു. അതുപോലെ തന്നെ ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ്കറിയാത്ത 30 വെള്ളി നാണയങ്ങൾക്കാണ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇരുവരുടെയും വസ്ത്രങ്ങളുടെ കാര്യത്തിലും ഈ സമാനത കാണാൻ സാധിക്കും. ഈശോയെ കുരിശിൽ തറച്ചതിന് ശേഷം കർത്താവിന്റെ വസ്ത്രങ്ങൾ വിജാതീയരായ പടയാളികൾ പങ്കിട്ടെടുക്കുന്നുണ്ട്. കർത്താവിന്റെ മേലങ്കി മുകൾ മുതൽ താഴെ വരെ തുന്നലില്ലാതെ നെയ്തുണ്ടാക്കിയ മേലങ്കിക്ക് വേണ്ടി പടയാളികൾ നറുക്കിടുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ജോസഫിന്റെ ജീവിതത്തിലും ഈ ഒരു സംഭവത്തിന് നിഴൽ കാണാൻ സാധിക്കും. പൊത്തിഫറിന്റെ ഭാര്യ അവൾ ഉന്നയിക്കുന്ന വ്യാജമായ കുറ്റാരോപണത്തിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ജോസഫിന്റെ മേലങ്കി അവൾ പിടിച്ചെടുക്കുന്നത് കാണാൻ സാധിക്കും. വ്യാജമായ ആരോപണങ്ങളാണ് ജോസഫിനെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ വ്യാജമായ കുറ്റാരോപണങ്ങളാണ് ഈശോയെ കുരിശിലേക്ക് നയിക്കുന്നത്. ഇവൻ ഗലീലി മുതൽ ഇവിടം വരെ ജനത്തെ വഴിതെറ്റിക്കുന്നു, ജനത്തെ വഴിതെറ്റിപ്പിച്ച് പഠിപ്പിക്കുന്നു, സീസറിന് നികുതി കൊടുക്കരുത് പറയുന്നു, ഈശോയെ രാജാവാണെന്ന് പറയുന്നു, അവൻ ദേവാലയം നശിപ്പിക്കുന്നു പറയുന്നു എന്നിങ്ങനെ വ്യാജമായ കുറ്റാരോപണങ്ങൾ ഈശോ മിശിഹായുടെ മേൽ യഹൂദ ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. അതിന്റെ ഒരു നിഴൽ ജോസഫിന്റെ ജീവിതത്തിലുമുണ്ട്. ജോസഫ് വ്യാജമായ കുറ്റാരോപണം കാരണം അവൻ കാരാഗൃഹത്തിലാവുന്നു. ആ കാരാഗൃഹത്തിൽ 2 കുറ്റവാളികളാണ് ജോസഫിന്റെ കൂടെ കിടക്കുന്നത്. ഈശോ മിശിഹായുടെ കുരിശിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരെ തറയ്ക്കുന്നത് കാണാൻ സാധിക്കും. ജോസഫിന്റെ കൂടെ കിടന്ന ആ 2 കുറ്റവാളികളിൽ ഒരുവൻ ശിക്ഷിക്കപ്പെടും, വധശിക്ഷ അവൻ ലഭിക്കും. അവൻ രക്ഷപ്പെടും. അവൻ വീണ്ടും അവന്റെ പഴയ ഉദ്യോഗത്തിലേക്ക് അവൻ നിയമിക്കപ്പെടും. ഇതുപോലെ തന്നെ ഈശോയുടെ കുരിശിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന 2 കള്ളന്മാരിൽ വലത്തുവശത്ത് കിടന്ന കള്ളൻ പറുദീസായിലേക്കും ഇടതുവശത്ത് കിടന്ന കള്ളൻ അവൻ നിത്യശിക്ഷയ്ക്കും അവകാശമായിട്ട് തീരും. ഈശോ 30ാമത്തെ വയസ്സിലാണല്ലോ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ഇതുപോലെ തന്നെ ജോസഫും ഫറവോയുടെ രാജകൊട്ടാരത്തിൽ ഭരണാധികാരിയായി അവനും അവന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30ാമത്തെ വയസ്സിലാണ്. ആ 30 വയസ്സിന് മുമ്പ് വലിയ അപമാനത്തിലൂടെ, സഹനത്തിലൂടെ, ഒറ്റപ്പെടലിലൂടെ ജോസഫ് കടന്നു പോകുന്നുണ്ട്. എന്നാൽ ആ സഹനങ്ങൾ മുഴുവനും മഹത്വമായിട്ട് മാറി. ഈജിപ്തിന്റെ 2ാമത്തെ ഭരണാധികാരിയായി അവൻ ഉയർത്തപ്പെട്ടു. ഈശോ മിശിഹായും സഹനത്തിലൂടെ, പീഡനങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ കടന്നുപോയി അവനും മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ചവരോട്, പീഡിപ്പിച്ചവരോട് പ്രാർത്ഥിക്കുന്നതിന്റെ മനോഹരമായൊരു ചിത്രം ജോസഫിന്റെ ജീവിതത്തിലും കാണാൻ സാധിക്കും. ജോസഫ് തന്റെ സഹോദരന്മാരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനെ പ്രതി വിഷമിക്കേണ്ട, ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആകയാൽ നിങ്ങൾ എന്നോട് ചെയ്ത ഒന്നിനെ പറ്റി നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ, പിതാവേ ഇവരോട് ക്ഷമിക്കണം,
കർത്താവേ, ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഈശോ അന്ന് കുരിശിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ മനോഹരമായൊരു നിഴലാണ്, പ്രതിരൂപമായിരുന്നു പഴയ നിയമത്തിലെ ജോസഫിന്റെ സഹോദരന്മാരോടുള്ള അനുരഞ്ജനവും അവന്റെ ക്ഷമയും. വലിയ ക്ഷാമത്തിന്റെ ആ നാളുകളിൽ ജോസഫ് അവൻ ജീവിച്ചിരുന്ന ആ നാട്ടിലെ, ആ സാമ്രാജ്യത്തിലെ, ആ കാലയളവിലെ എല്ലാവരുടെയും രക്ഷകനായിട്ട് മാറി. ക്ഷാമത്തെ നേരിടാൻ വേണ്ടി അവ ധാന്യം സംഭരിച്ച് അറപ്പുരകൾ നിറച്ചു. ക്ഷാമത്തെ നാളുകളിൽ ജോസഫ് അവരെല്ലാവരെയും തീറ്റിപ്പോറ്റി. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ വിശാലമായ അർത്ഥത്തിൽ ഈശോ ഈ ലോകം മുഴുവന്റെയും എല്ലാ കാലത്തും എല്ലാ കാലയളവിലുമുള്ള എല്ലാവരുടെയും രക്ഷകനായിട്ട് മാറി. ജോസഫ് പരിമിതമായ സ്ഥലത്ത് പരിമിതമായ നാളുകളിൽ രക്ഷകനായി മാറിയെങ്കിൽ ഈശോ മിശിഹ ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന, ലോകാവസാനം വരെ ജനിച്ച മരിച്ച എല്ലാവരുടെയും രക്ഷകനായിട്ട് കർത്താവ് മാറി. സഹനത്തിലൂടെ, പീഡാസഹനത്തിലൂടെ, കുരിശ് മരണത്തിലൂടെ ലോകത്തെ മുഴുവനും അവൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് കുരിശ് മരണത്തിലൂടെ മനുഷ്യവംശത്തെ അവൻ വീണ്ടെടുത്തു. ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആത്മീയ വരൾച്ചയുടെ നാളുകളിൽ ആത്മാവിന്റെ അപ്പമായി തന്റെ ശരീരത്തെ അവൻ ഭക്ഷണമായിട്ട് വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും. ദൈവം പൂർവ്വപിതാവായ ജോസഫിനെ വിളിച്ചതും നയിച്ചതും ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഉയർത്തിയതും ഭാവിയിൽ ദൈവപുത്രനായ ഈശോ മിശിഹായിലൂടെ സ്വർഗം ഈ ഭൂമിയിൽ മനുഷ്യവംശത്തിനിടയിൽ ചെയ്യുന്ന മഹത്തായ എല്ലാ കാര്യങ്ങളെ പറ്റി മുൻകൂട്ടി അറിയുവാനും മുൻകൂട്ടി ധ്യാനിക്കാനും വേണ്ടിയായിരുന്നു. ഈശോ മിശിഹായുടെ മനോഹരമായ നിഴലായി പൂർവ്വപിതാവായി ജോസഫ് പഴയ നിയമ ജനതയിൽ, പഴയ നിയമത്തിൽ നിലകൊള്ളുന്നു.